ഇപ്പോൾ തിങ്ക് നെസ്റ്റ് കേരള കൗമുദിയുടെ ബിസിനസ് സമ്മിറ്റ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത കാര്യം ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബഹുമാനായ ശ്രീ ആന്റണി രാജു വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയതുകൊണ്ട് ഒരു സൗകര്യം കിട്ടി. കേരള കൗമുദിയെ തിരുവനന്തപുരത്തിൻ്റെ മാത്രമാക്കി മാറ്റി. മന്ത്രിയായിരുന്നെങ്കിൽ പിന്നെ വരില്ല, കേരളത്തിൻ്റെ മൊത്തം മന്ത്രിയാണല്ലോ. അതിനോട് അതെ, പക്ഷേ കേരള കൗമുദി ആയതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കേരളത്തിൻ്റെ കൗമുദിയാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തം കേരളത്തിൻ്റെ വികസനമായിരിക്കും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തോട് പ്രത്യേക താല്പര്യമുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം വികസന കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു പുതിയ പ്രവണതയുണ്ട്. തിരുവനന്തപുരത്തിൽ ഉദ്ഘാടനം ചെയ്താൽ കൊച്ചിക്കാരും കോഴിക്കോട്ടിരിക്കും. ഇത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് വരും. ഈ മന്ത്രി കൊച്ചിയുടെ മന്ത്രി മാത്രമാണോ? കോഴിക്കോട് ചെയ്താൽ ഉടൻ വരും. ഇപ്പോൾ ഒരു പല സങ്കുചിതത്വം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടും. അതുപോലെ പുതുതലമുറയിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു സങ്കുചിതത്വമാണ് ഈ പ്രാദേശികവാദം എന്നുള്ളത്. ഒരു കാര്യം പ്രശ്നമുണ്ട്. ഇപ്പോൾ നേരത്തെ ഒന്നും എങ്ങും ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഈ പ്രശ്നം. ഇപ്പോൾ എല്ലായിടത്തും വരുമ്പോൾ അത് ഞങ്ങൾക്ക് കൂടി വേണമല്ലോ എന്നതായിരിക്കാം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. ഇപ്പോൾ ന്യൂയോർക്ക് ഒരു നഗരം എടുത്താൽ ഒരു നഗരം കഴിഞ്ഞ് പിന്നെ കുറേ ശൂന്യതയായിരിക്കും. മുംബൈ എടുത്താലും നഗരം കഴിഞ്ഞ് തന്നെ ശൂന്യതയായിരിക്കും. കേരളത്തിൽ നിങ്ങൾ വടക്കുന്ന് തെക്ക് വരെ സഞ്ചരിച്ചാൽ മനുഷ്യവാസമില്ലാത്ത ഒരിടം ഹൈവേയിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ 50% നഗരത്തിലാണ് ആളുകൾ താമസിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് കണക്ക് പ്രകാരം തന്നെ. അപ്പോൾ കേരളം മൊത്തത്തിലൊരു നഗരമാണ്. അതുകൊണ്ട് കേരളത്തിൽ എല്ലായിടത്തേക്കും ഈ വ്യവസായത്തിൻ്റെ വികസനമായാലും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനമായാലും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നേരത്തെ വടക്കൻ കേരളം അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കാസർഗോഡിൻ്റെ അറ്റം മഞ്ചേശ്വരത്ത് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത് 13 കമ്പനികളാണ്. ഒറ്റ ദിവസം. നമുക്കൊരു സൗകര്യമുണ്ട്, ഒരു യാത്ര കൊണ്ട് മൊത്തം ഉദ്ഘാടനം ചെയ്തു പോരാ. ഈ വർഷം പോയി 7 ഉദ്ഘാടനം ചെയ്തു, 6 കല്ലിട്ടു. അതിലൊരെണ്ണം വന്ദേ ഭാരതിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ഡോറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഗുജറാത്തുകാരുടെയാണ്. ഗുജറാത്തിൽ നിന്ന് ആളിങ്ങോട്ട് വരാൻ തുടങ്ങിയെന്നുള്ളതാണ്. മഹാരാഷ്ട്രക്കാരുണ്ട്. തിരുവനന്തപുരത്തൊരു സംരംഭകൻ വിദേശത്തൊക്കെ പോയി വളരെ കഠിനാധ്വാനം ചെയ്ത് നല്ല രീതിയിലൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടീഷൻ ബോർഡ് കമ്പനി ഉണ്ടാക്കാൻ സ്ഥലം ചോദിച്ചു. നമ്മുടെ കണ്ണൂർ എളുപ്പമായിരിക്കും, അവിടെ നോക്കിക്കോണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞല്ല, അവിടെ മൊത്തം കുറുക്കനൊക്കെയാണ്, അവിടെ പോയാൽ ശരിയാവില്ല. അപ്പോൾ 94 എടുത്തിട്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് അവിടെ തന്നെ നോക്കിക്കോ, നല്ല അവസരമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 12 ഏക്കറിൽ ഞാൻ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. മരം ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് പൊടിച്ച് അപ്പുറത്ത് ബോർഡായിട്ട് വരും. അങ്ങനെ മനസ്സിലായില്ലേ? ഇവിടെയും അദ്ദേഹത്തിന് ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ അവിടെ സ്ഥലമില്ല. അവിടെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി വരാൻ പോകണം. അവിടെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ കമ്പനി വരുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നമ്മുടെ ഒരു സംഘം വരില്ല എല്ലായിടത്തും. ഇപ്പോൾ നമ്മൾ 96 നായനാരുള്ളപ്പോൾ ഇതെടുത്തിട്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു 2 കോടിയെ കൂത്തിയിട്ട് ഇവിടെ വ്യവസായം വരൂ എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതില്ല. ഇത്രയും കാലത്ത് കിടന്നതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് മുഴുവൻ വരികയാണ്. വയനാട് ഇപ്പോൾ 250 ഏക്കറിലാണ് ഒരു മിൽക്ക് പ്രൊഡക്റ്റ്. അവിടെ ഒരു കമ്പനി ഒരാഴ്ചയിൽ 2 കണ്ടെയ്നർ പൊറോട്ട വിദേശത്തേക്ക് അയക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു സംരംഭകൻ, നമ്മുടെ ആദ്യത്തെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കണ്ണൂരിലെ, അപ്പോൾ 50 ലക്ഷം അത്ര പാക്കറ്റാണ് ഒരു മാസം അവരുടെ ഈ തേങ്ങയുടെ പൊടി, തേങ്ങ നമുക്ക് ഡ്രൈ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ ഡിമാൻഡ് വന്നിട്ട് അവർക്ക് അത്രയും കൊടുക്കാൻ പറ്റുന്നില്ല. ഇടുക്കി സാധാരണ നമ്മുടെ വ്യവസായ ഭൂപടത്തിലില്ലാത്തതാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്പൈസസ് പാർക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴേക്കും അലോട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും സ്ഥലം വേണമെന്നുള്ളതാണ്. കോഴിക്കോട് KSIDCയുടെ നോർത്ത് ഓഫീസ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തുറക്കാൻ ഞാൻ ചെല്ലുമ്പോൾ ഒന്ന് വാടകയ്ക്കാണ്. നമ്മൾ സൈബർ പാർക്കിലാണ്. അവിടെ സൈബർ പാർക്കുണ്ട്, ഊരാടെങ്കിൽ പാർക്കുണ്ട്. അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത് ശ്മശാനം പോലെയാണ്.
ഏതെങ്കിലും ഒരു ആങ്കർ ഇൻഡസ്ട്രി വന്നില്ലെങ്കിൽ ഇത് പൂട്ടേണ്ടി വരും. ഇപ്പോൾ 2 മാസം മുമ്പ് അവർ വന്ന് മുഖ്യമന്ത്രി എല്ലാവരും കണ്ടു. അടിയന്തരമായിട്ട് സ്ഥലം കയറിയണം, കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തേക്കും വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ധനമന്ത്രി സഭയെ പറഞ്ഞല്ലോ, സോഹു കമ്പനി അവരുടെ ക്യാമ്പസ് കൊല്ലത്തൊരു വില്ലേജിലാണ്. ഞാൻ 17-ാം തീയതി ഇറ്റാലിയൻ്റെ ഒരു ജാക്കി ജാൻ്റെ സിനിമയൊക്കെ അവരുടെ ഹോളിസ്റ്റിക് ഇതൊക്കെ ചെയ്യുന്ന കമ്പനിയുടെ ഡൈനാമിറ്റും അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് എറണാകുളത്ത് എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു വില്ലേജിലാണ്, നഗരത്തിലൊന്നുമില്ല, ആലങ്ങാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് അവരുടെ പ്രധാന കമ്പനി വരുന്നത്. അപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തേക്കും ഈ വ്യവസായ വളർച്ച ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇവിടെ റെജി പറഞ്ഞ പോലെ കഴിഞ്ഞ 2 കോൺക്ലേവിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കുറച്ച് അധികം സമയം എടുത്തു. ഇപ്പോൾ അധികം സംസാരിക്കേണ്ടതില്ല. കേരളം ഇപ്പോൾ റീപൊസിഷൻഡ് ആയിട്ടുണ്ട്. കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ 1ാം റാങ്കാണ്. 28ആയിരുന്നു, നമ്മൾ 1ലേക്ക് എത്തി. അത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സോഷ്യൽ മീഡിയ പറയും, തള്ളു വന്നല്ലോ എന്ന് പറയും. അതാണല്ലോ നമ്മുടെ ഇത്. ഇതിൻ്റെ പ്രത്യേകത, ഇത് റാങ്ക് നമ്മൾ പരിഷ്കാരം നടത്തിയാൽ എലിജിബിൾ ആവുള്ളൂ. റാങ്കിങ് 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. യൂണിയൻ ഗവൺമെൻറ്റാണ്, അവർ ഏജൻസി വെച്ചിട്ടുണ്ട്. അവർ വിളിച്ചു ചോദിക്കും, നമ്മുടെ ആൾ കഴിഞ്ഞ തവണ 15 എത്തിയപ്പോൾ ഞാൻ 10ലേക്കുള്ള പണി മുഴുവൻ ചെയ്തിരുന്നു, 10 പ്രതീക്ഷിച്ച് നമ്മൾ എലിജിബിളായിരുന്നു. പക്ഷേ 15-ൽ നിന്നു. കാരണം ഫോൺ എടുക്കുന്നവർ ചിലർ, നമ്മുടെ ആൾ ചിലപ്പോൾ ഫോൺ ഹിന്ദി കേൾക്കുമ്പോൾ ചിലർ കട്ട് ചെയ്യും. പിന്നെ നെഗറ്റീവ് മാത്രമാണ് നമ്മൾ കൂടുതൽ പറയുള്ളൂ. ഇവിടെ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറയും. ഇതായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് വളരെ പൂറായിരുന്നു. അതാണ് നമുക്ക് ഈ 15ലേക്ക് നിന്ന്. ഇത്തവണ 100% ഫീഡ്ബാക്കിലാണ് കേരളം 1ാമതായത്. അല്ലാണ്ട് നമ്മൾ തന്നെ ചിലർ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി കുത്തി ഇതാക്കിയതല്ല. യൂണിയൻ ഗവൺമെൻറ് 100%. അത് ശരിക്കാവോ? ഒരു റിട്ടയർ ചെയ്ത സിവിൽ സർവൻ്റ് അവരുടെ ഗ്രൂപ്പിലിട്ടു. എല്ലാ ഗ്രൂപ്പിലിട്ടാലും നമ്മുടെ ഇടയ്ക്ക് എത്തുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ശരിയാകാനിടയില്ല. എന്നാൽ ഇതേ മാനദണ്ഡം വെച്ചിട്ട് തന്നെ കഴിഞ്ഞതിന് മുമ്പിൽ തന്നെ 28ആയപ്പോൾ അത് ഉറപ്പാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമില്ല. ഇതാണ് നമ്മുടെ ഒരു പൊതു മനോഭാവം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അധികം വിശദീകരിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നല്ല സംരംഭങ്ങൾ വരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഓൺലൈൻ എന്നോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കിറ്റക്സ് പോയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കിറ്റക്സ് പോയിട്ടില്ല, അവരുടെ പ്രവർത്തിക്കുന്ന പ്ലാന്റുള്ളത് ഇവിടെ തന്നെ 11,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ പൊതുബോധം എന്താ? അവർ പോയി തെലങ്കാനയിൽ പോയിട്ട് ഭയങ്കര ലാഭം ഉണ്ടാക്കിയത്. അവിടെ തുടങ്ങാൻ പോകണമല്ലോ, ഉദ്ഘാടനമായിട്ടില്ല, പണി നടന്ന് തീരുന്നേ ഉള്ളൂ. അവർക്ക് പോകാം. അത് പലരും പല താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പൊളിറ്റിക്കലാകാം, എക്കണോമിക്കലാകാം. നമ്മൾ നോക്കുമ്പോൾ നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയാൽ വെറുതെ തർക്കിച്ച് സമയം കളഞ്ഞില്ല. അപ്പോൾ ഇൻസ്പെക്ഷൻ ചില പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ ആക്കി. ഇപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡാണ് നമ്മുടെ ഇൻസ്പെക്ഷൻ എല്ലാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ 10,000 പേര് ജോലി ചെയ്യുന്നരുത്. ശരാശരി 10,000 രൂപയായിരിക്കും ശമ്പളം. 98-99% മൈഗ്രൻ്റ് ലേബറാണ്. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഒരു വലിയ ജോബ് ഫെയർ എടുത്ത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ചെറുപ്പക്കാരുടെ ആദ്യത്തെ ചോദ്യം ഷിഫ്റ്റ് ഉണ്ടോയെന്നാണ്. 3,100 വേക്കൻസിക്ക് നമ്മൾ വിളിച്ചിട്ട് 1,200 പേരാണ് വന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ആളുകൾ അങ്ങനെ അവർക്ക് അതിന് പറ്റുന്ന ജോലി വേണം. IBM തുടങ്ങി, ഇപ്പം 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 3,000-ലേക്ക് എത്താണ്. 0 to 3,000 എന്നുള്ളത് അവരുടെ അവർ 100 വർഷത്തിലധികം പഴക്കമുള്ള കമ്പനിയാണ്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ശരാശരി 20 ലക്ഷം ഉണ്ട് പ്രാനം. 3,000 20 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 600 കോടി ശമ്പളമായി. മറ്റൊരു ഈ ചപ്പാത്തി കഴിച്ച് ബാക്കി മുഴുവൻ പണം അങ്ങോട്ട് പോകും. ഇതിവിടെ സ്പെൻഡ് ചെയ്യും. ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള എവന്യൂസ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ 20 ലക്ഷത്തിൽ കുറച്ചൊക്കെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഹൈലി പെയ്ഡ് ജോലി എംപ്ലോയ്മെൻറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്താൽ സ്വിഗ്ഗി കൊണ്ടുവരേണ്ട എണ്ണം കൂടും, വണ്ടി ഓടിക്കേണ്ട എണ്ണം കൂടും, കെയർ ടേക്കറിൻ്റെ എണ്ണം കൂടും, ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് കൂടും. 1:4, 1:5. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിലാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണം. ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവരോട് ഈ IT കമ്പനി ഒരു കമ്പനി സ്ട്രാഡ ഗ്ലോബൽ 100 ദിവസം കൊണ്ട് 1,400 എൻജിനീയേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്. വേറെ ഒരിടത്തും പറ്റില്ല. ഇന്ത്യയിൽ തന്നെ മറ്റൊരു നഗരത്തിൽ ഇവിടെ IBM ഒന്നിച്ച് തുടങ്ങിയത്. അവിടെ 300 ആയിട്ടുള്ളൂ, ഇവിടെ 3,000-ലേക്ക് എത്തുന്നു. കാരണം ഒരു വർഷത്തിനുള്ളിൽ അവർ 2 സക്സസ്ഫുൾ പ്രൊഡക്ട്സ് ടൂൾസ് ഇറക്കി. ഇപ്പോൾ ടൂൾ മാറി, ഏജൻറ്റിലേക്ക് മാറി, അവർ ഡെവലപ്പ് ചെയ്തെടുത്തു.
അതാണ് നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ. PCL തുടങ്ങി, കൊച്ചി തുടങ്ങി, അടുത്ത തിരുവനന്തപുരത്ത് അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈലി ഏറ്റവും ഉയർന്ന ശമ്പളം 60 ലക്ഷം പെർ ആനം. ഇതൊക്കെയാണ്. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് വരും, ബാംഗ്ലൂരുള്ളവരും അമേരിക്കയിലുള്ളവരും കേരളത്തിലേക്ക് വരാൻ തുടങ്ങും. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ ഷോക്കേസ് ചെയ്തു. ഞങ്ങൾ ദാവോസിൽ പോയല്ലോ. അപ്പോൾ 3.5 ദിവസം 70 മീറ്റിംഗ് ആയിരുന്നു. 2-3 ചെറിയ സെഷൻസ് പ്രസംഗം ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം 1-to-1 മീറ്റിംഗാണ്. ഞങ്ങൾ 10 കോടി കൊണ്ടുപോയെന്നാണ് എല്ലാവരും പറയുന്നത്. 10 കോടിയായിട്ട് 7 കോടി കേന്ദ്രം വാങ്ങിച്ചു സ്റ്റാളിന്. ബാക്കി നമ്മുടെ ചിലവുകൾ പലതും വരല്ലോ. ഞങ്ങൾ അവിടെ പോയിട്ടൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാനും 3 അനീഷ കൂടി താമസിക്കുന്നത്. ഒരു വീട്. ആന്ധ്ര 100 പേരുടെ സംഘം, 36 പേര് 2 മാസമായിട്ട് അവിടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു 3 ഇരട്ടിയുള്ള സ്റ്റോൾ അവരുണ്ട്. ഒരു ഹോട്ടലിൻ്റെ 2 ഫ്ലോർ മുഴുവൻ അവർ വിട്ടതേക്കാം. പിന്നെ ഒരു കോൺഫറൻസ് ഹോളും. ചന്ദ്രബാബുനായിട്ട് അവിടെ എന്താ കാണുന്നത്? വലിയ ടീമാണ്. തമിഴ്നാടും ഏകദേശം വലിയ ടീമാണ്. അവരും ഒരു ടീം ആദ്യം പോവാണ്. അവർ മാസങ്ങളോടെ നിൽക്കും. നമ്മളാകെ പോയത് ഞാൻ മന്ത്രി എന്നതിന് ഞാനുണ്ട്, ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഇൻഡസ്ട്രി സെക്രട്ടറി, KSIDC MD ഒരാൾ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഘം. നമ്മളുടെ പോലെ ഈ IAS എല്ലാ പ്രധാനപ്പെട്ട ആളുകളും എണ്ണം കൂടുതലുണ്ടെങ്കിലും മറ്റൊരു സംഘത്തിലില്ല. അതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടി സീരിയസ് ആണ് നമ്മളെന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. ചിലർ ചോദിച്ചു, നിങ്ങൾ എത്ര ഒപ്പിട്ടു? ഇവരുടെ ധാരണ നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലോ നിൽക്കുമ്പോൾ ഡ്യൂട്ടി ഫ്രീ പോയിട്ട് വാങ്ങിക്കണ പോലെയാണ് പോകുന്നതാണ്. നമ്മൾ നേരെ ചെല്ലുന്നു, ഒരു 10 കോടി, 100 കോടി, 200 കോടി, ഇങ്ങനെ. ഇതല്ല, നമ്മളിത് വിസിബിലിറ്റി വേണം കേരളത്തിന്. അതുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം. 2021 ഈ ഗവൺമെൻറ് അധികാരം ഏറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു 2025 ഇൻവെസ്റ്റ് സമ്മിറ്റ്. വേണമെങ്കിൽ അന്ന് തന്നെ ആ വർഷം തന്നെ നടത്താം. ഒരു 2 ലക്ഷം കോടി വന്നു, 1 ലക്ഷം കോടി. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് നടത്തിയത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അടുത്ത കാലത്ത് നടത്തി, ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്നതല്ല, അതിന് മുമ്പ് നടന്നത്. അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് അവരുടെ മൊത്തം GDPയുടെ ഇരട്ടി വരും. മൊത്തം GDPയുടെ അതിൻ്റെ 10% വന്നതിന് അവരുടെ എക്കണോമി ഒരു 5 മടങ്ങ് വർദ്ധിക്കും. ഇതെല്ലാം പ്രഖ്യാപനങ്ങളാണ്. ഒരു 10%ഒക്കെയാണ് കൺവെർഷൻ. നമ്മളും 2-3 നടത്തിയിട്ടുണ്ടല്ലോ. കൺവെർഷൻ റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ദാവോസിൽ പോയിട്ട് ഞാൻ അവിടെ പോയി. ഇപ്പോൾ ലുലു പിന്നെയും വിദേശം തന്നെ. ഇവിടെയുള്ള ഇപ്പോൾ തെർമൽ പെൻബോൾ തിരുവനന്തപുരത്താണല്ലോ. നിങ്ങൾക്ക് അത്ര മതിപ്പില്ലെങ്കിലും ലോകത്തിലെ 12 എന്നുവെച്ചാൽ നിങ്ങൾ മതിപ്പില്ലാന്നിട്ട് നിങ്ങൾ വേണ്ടത് അറിയുന്നില്ലെങ്കിലും ലോകം ഉപയോഗിക്കുന്ന 12% ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ കമ്പനി. 12%. നിങ്ങൾ എത്ര പേർക്കറിയാം? എന്നല്ല കൊടി കുത്തി ബസ്സിൻ്റെ പേര് ചോദിച്ചു നോക്കിയേ. ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ചാടിയിട്ട് പറയും. ഒരു ബസ് മറ്റു സ്റ്റേറ്റിൽ പോയപ്പോൾ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞില്ലേ? എത്ര ദിവസമായിരുന്നു ന്യൂസ് അവർ ചർച്ച? ലോകം ഉപയോഗിക്കുന്ന 12%, അതും ഇവിടുത്തെ ടെക്നോളജിയാണ്, ശ്രീചിത്രയുടെ ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ദാവോസിൽ പോയിട്ട് ഇപ്പോൾ ബാലഗോപാലൻ മാറി, ജപ്പാൻ അവർക്ക് കൈമാറി, അവരായിട്ട് അവിടെ ഇരുന്നിട്ട് ചർച്ച എടുത്തിട്ട് MOU ഇട്ടാൽ എനിക്കിവിടെ ഇറങ്ങാനേ പറ്റില്ല. ഞാൻ ഏറി തന്നെ ആയിരിക്കും. കാരണം തിരുവനന്തപുരത്തുള്ള തെർമൽ പെൻബോളും ഇപ്പുറത്തുള്ള ഞാനും അവിടെ പോയി ഒരു MOU ഒപ്പുവെച്ചെന്ന് വെച്ചാൽ ഏറിന്നിറങ്ങണ്ടേ. ഇതിപ്പുറത്തിരിക്കുന്ന ഫട്നാവിസും അപ്പുറത്തിരിക്കുന്ന ചന്ദ്രശേഖരും അവിടെ വെച്ച് MOU ഒപ്പുവെച്ചത് ലീഡ് വാർത്തയാണ്. 2 പേരും ബോംബെയിൽ അപ്പുറത്തിരിക്കണേ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ശ്രീ ചന്ദ്രശേഖരായിട്ട് 1 മണിക്കൂർ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു പൊതു അപ്രോച്ചിൻ്റെ പ്രശ്നം ഇതാണ്. ഇപ്പോൾ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചി ചോദിച്ചു, ഇപ്പോൾ ഈ ഡിസംബറിൽ ഒരു വലിയ വിൻഡ് മില്ല് ഒരു സ്റ്റേറ്റ് പവർ പ്രൊഡക്ഷൻ തുടങ്ങുന്നിടത്ത് തർക്കം വന്നു. ഒരു സംഘം വന്നിട്ട് തൊഴിലാളികൾ മുഴുവൻ ഞങ്ങളിത് സപ്ലൈ ചെയ്യും. തർക്കമായി, പ്രശ്നമായി, വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം അന്വേഷിക്കാൻ പഞ്ചായത്ത് സർപഞ്ച് വന്നു. വലിയ തർക്കം ഉണ്ടായില്ല, അടിച്ചു കൊന്നു. കേരളത്തിലാണെങ്കിൽ തടഞ്ഞു വെച്ചാൽ മതി, 2 ആഴ്ചത്തെ ന്യൂസ് അവറിലെ ചർച്ച അതായിരിക്കും. ഇത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? വെറുതെ നോക്കിയാൽ ചിലപ്പോൾ ചെറിയ വാർത്തയായിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി ഈ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻസ് മാറ്റലാണ്, ഒരു മേക്കിംഗ് ഓവർ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി വന്നു. കേരളം വിസിബിളാണ്.
നമുക്ക് വളരെയധികം പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇവിടെ ബഹുമാനായ ആൻ്റണി രാജു തിരുവനന്തപുരം പറഞ്ഞപ്പോൾ ഞാൻ ഒരു തമാശയ്ക്കൊന്ന് പ്രതികരിച്ചെങ്കിലും ഈ വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. വിഴിഞ്ഞം ഈ ഇൻ്റർനാഷണൽ മാരിടൈം റൂട്ടിൽ നിന്നൊരു 10 നോട്ടിക്കൽ മൈൽ അത്ര ദൂരമുള്ളൂ. ഒരു 10 ദിവസം വരെ ലാഭിക്കാം ഒരു ഷിപ്പിന്. ഇതെനിക്കറിയാം. പക്ഷേ വിഴിഞ്ഞം കോൺക്ലേവിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളായിട്ട് MSME ഉണ്ടായിരുന്നു, അവരിവിടെ വന്നു. MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതുപോലെ തന്നെ ഷറഫ് ഗ്രൂപ്പ്, ഈ 2 ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ലോകത്തിലെ ഏറ്റവും പ്രധാന വലിയ 3 കമ്പനികൾ വിഴിഞ്ഞം കോൺക്ലേവിൽ വന്നിരുന്നു. അപ്പോൾ അവരായിട്ട് 1-to-1 ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഇത് ഭാഗം പറഞ്ഞിരുന്നു. അപ്പോൾ ഷറഫ് ഗ്രൂപ്പിൻ്റെ CEO ചോദിച്ചു, സാർ ഈ 10 ദിവസം വരെ ലാഭിക്കാമെന്ന് പറഞ്ഞു, വളരെ കറക്റ്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറയേണ്ടത്, ഞങ്ങൾക്ക് കുറച്ച് നമ്മൾ ലേണിംഗ് ആണല്ലോ നമ്മൾ. അപ്പോൾ അദ്ദേഹം പറയും, ഒരു ദിവസം $2,500 ലാഭമാണ്. ആ 10 ദിവസത്തിലേ $25,000 ഒരു കപ്പലിന് ലാഭമാണ്. ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അസംസ്കൃത വസ്തുക്കളിലൂടേക്ക് വരും. ഇത് മാനുഫാക്ചറിങ് ക്ലസ്റ്ററിലേക്ക് പോവുക, അസംബിൾ ചെയ്യുക, പ്രൊഡക്റ്റ് വരിക, തിരിച്ച് ഷിപ്പിലേക്ക് പോവുക, പല രാജ്യങ്ങളിലേക്ക് പോകും. ഇങ്ങനെയാണ് ലോകത്തെ പല തുറമുഖ കേന്ദ്രീകൃതമായ വ്യവസായങ്ങൾ വളർന്നിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് ഈ വരയ്ക്കണവരെ നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ആ ഭാഗത്തൊരു യോഗം ഉണ്ടായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ മത്സരിച്ച് വില കൂട്ടിക്കൊണ്ടിരിക്കുക, സെൻറ്റിന് 12. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂട്ടിക്കൊണ്ടേയിരുന്നോ? ലോജിസ്റ്റിക് മാർക്ക് വരണമെങ്കിൽ ഈ വട്ടത്തിൽ വേണമെന്നില്ല. ആലപ്പുഴയിൽ വരാൻ കൊല്ലത്തൊരു ഹൈവേ കൂടി വന്ന 2-3 മണിക്കൂറിൻ്റെ എത്തിയാൽ മതി. നിങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ പാർക്കൊക്കെ വേറെ ജില്ലയിൽ വരും. അവസാനം സംഗതി പോയി കഴിയുമ്പോഴായിരിക്കും പിന്നെ കിട്ടിയ വിലയ്ക്ക് വെക്കേണ്ടി വരും. കാരണം അത്രയും അത് മതി അവർക്ക്. ഈ ഇത്ര റേഡിയസ് ഒന്നും വേണമെന്നില്ല. നമ്മുടെ ഷിപ്പ് ഒരു ഗ്രോത്ത് സെൻ്റർ, ഒരു വളർച്ച ഇടനാഴി നമ്മളിപ്പോൾ ഇവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. ലോകോത്തര കൺസൾട്ടൻസാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കൺസൾട്ടൻസാണ് അവർ. നമ്മളതിൻ്റെ പ്ലാൻ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. വലിയ പൊട്ടൻഷ്യലാണ്. ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. നമ്മൾ പുഴ വരുമല്ലോ, പുഴയ്ക്ക് ചുറ്റൊരു ക്യാച്ച്മെൻറ്റ് കൃഷിയുടെ ഏരിയ ഉണ്ടാവും. അതുപോലെയാണ് തുറമുഖത്തിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും. അത് കുറച്ച് തമിഴ്നാടും പോകും. അവർക്ക് അതിനല്ല, ഇത് അതിർത്തി ഒന്നും പറയാൻ പറ്റില്ല, അപ്പുറത്തും പോകും. അത് ഇപ്പുറത്ത് നമ്മൾ ഒരുക്കിക്കൊള്ളണം. അതാണ് നമ്മൾ ഈ ഗ്രോത്ത് കോറിഡോർ വഴി ചെയ്യുന്നത്. പിന്നെ പാലക്കാട് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി 1710 ഏക്കർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയുള്ള അക്വിസിഷനാണ്. അതിനിപ്പോൾ 100 കോടി ഇപ്പോൾ ക്യാമ്പൻ മറിക്ക് ഇപ്പോൾ 100 ഏക്കർ നമ്മൾ കൊടുത്തു SPVയിലേക്ക്. ഇനിയിപ്പോൾ അടുത്ത ഗഡു വരും, അടുത്ത അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ലാൻഡ് കൊടുക്കും. അതിവേഗത. അപ്പോൾ അതിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ വരും. ചിലപ്പോൾ കോയമ്പത്തൂരും പോവും, ഇപ്പുറത്ത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഒരു ഏരിയ വരും. കണ്ണൂർ ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഇപ്പോൾ 1700 ഏക്കർ നമ്മളവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗം. കൊച്ചി പിന്നെ പൊതുവെ വികസിതമായിരിക്കുന്നതാണ്. നമുക്കൊരു 140 കമ്പനികളുടെ കുറിയുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ. GCC, GTC, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ, ഗ്ലോബൽ ടെക്നോളജിക്കൽ സെൻറ്റർ, ഇതെല്ലാം വരികയാണ്. അപ്പോൾ നല്ല ഒരു പൊട്ടൻഷ്യൽ കേരളത്തിൽ രൂപം കൊള്ളുന്നു. കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പ്രത്യേകത ഇതൊരു ഇൻക്ലൂസീവ്നെസ് ആണെന്നാണ്. സാധാരണ വ്യവസായവൽക്കരണം നഗര കേന്ദ്രീകൃതവും വൻകിട കമ്പനികളെ കേന്ദ്രീകരിക്കുന്നതാണ്, OBC. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ പരിച്ഛേദം MSME ഓണേഴ്സിൽ കാണാൻ പറ്റും. അതാണ് ഇൻക്ലൂസീവ്നെസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും മെട്രോ സിറ്റി, ഇപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി, കോഴിക്കോടല്ല, എല്ലായിടത്തേക്കും വരുന്നു, എല്ലാവരും ഉൾക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ MSME നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. MSME ക്ലിനിക് ഇപ്പോൾ K-സ്റ്റോർ വഴി 12-13 കോടിയുടെ ഉൽപ്പന്നം നമ്മൾ വിറ്റു. K-സ്റ്റോർ അവിടുത്തെ ഉൽപ്പന്നം അവിടെ വയ്ക്കാം. അപ്പോൾ അവർക്ക് K-സ്റ്റോറും മെച്ചാണ്, നമ്മുടെ ഉൽപ്പാദകർക്കും മെച്ചാണ്. കേരള ബ്രാൻഡ്, നന്മ, മെയ്ഡ് ഇൻ കേരള, സേഫ് ടു ഈറ്റ്, വെളിച്ചെണ്ണ പോകുന്നു, ഇനി അടുത്ത് വരാൻ പോകുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻക്ലൂസീവ്നെസ് കാണാം. പിന്നെ മിഷൻ 1000, 1000 സംരംഭങ്ങൾ, ശരാശരി 100 കോടി ടേൺ ഓവർ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി ടേൺ ഓവറിൽ 1000 സ്ഥാപനങ്ങൾ. നമ്മുടെ എക്കണോമിക്ക് ഭയങ്കര ചലനാത്മകത വരും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വ്യവസായത്തിൻ്റെ വളർച്ചയുടെ സ്വഭാവം. ഇപ്പോൾ ഇവിടെ റജി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, സമരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇത് പലതും പ്രതീതിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും ഞാൻ വന്നിട്ടുണ്ടായ മാറ്റമല്ല. ഞങ്ങൾ കുറേ മാറ്റം ഉണ്ടാക്കി, കുറേ പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്സ് എടുത്തു. പക്ഷെ കുറേ ഇവിടെ ഉണ്ട്. LDF ആകും, UDF ആകും ഉണ്ട്.
പക്ഷെ അത് അറിഞ്ഞിരുന്നില്ല. നമ്മുടെ ഒരു പ്രത്യേകത, പെട്ടിക്കട അടച്ചാലും ലോകത്തെല്ലാവരും അറിയും. IBM തുടങ്ങിയാലും കേരളത്തിൽ ആ ചുറ്റുവട്ടത്തുള്ളൊരു പോലും അറിഞ്ഞെന്ന് വരില്ല. ഇതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മളത് നന്നായി. ഞാൻ ദാവോസിൽ പോയപ്പോൾ മണി കൺട്രോളിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു കക്ഷിയാണ്, നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ച് ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കുറച്ച് കാലം ജീവിച്ചുകൊണ്ട് അവിടെ ചില സുഹൃത്തുക്കളുണ്ട് പത്രത്തിൽ. അപ്പോൾ അവരുടെ ഒരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ മലയാളി നിങ്ങളുടെ നാട്ടിലുള്ളവർ വളരെ നാടിനോട് സ്നേഹമുള്ള ഒരാളുള്ളൂ. അപ്പോൾ ഞാൻ എന്തോ സർക്കാസ്റ്റിക്കാണോ എന്ന് എനിക്ക് തോന്നി. എന്തേ ഇപ്പോൾ പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടാവാൻ കാരണം മലയാളിയെ കുറിച്ച് അല്ല, നിങ്ങളുടെ ഇൻ്റർവ്യൂ വളരെ നന്നായിരുന്നു, പക്ഷേ അതിനടിയിൽ പോയി കമൻറ്റ് നോക്കണം. അപ്പോൾ മലയാളിയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് പറ്റിയ സ്ഥലമല്ലാട്ടോ, ആരും ഇങ്ങോട്ട് വരരുതിട്ടോ. ഇങ്ങനെ പറയുന്ന ലോകത്തിലെ ഏക ഇടം നിങ്ങളുടെ നാടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സാധാരണ ഈ കമൻറ്റ് നമ്മളധികം നോക്കിയുള്ള പോസിറ്റീവ് എനർജി കളയണ്ടല്ലോ എന്ന് വെച്ച് നോക്കാറില്ലേ. നോക്കിയപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ ഓരോന്ന് നോക്കിയാൽ മിക്കവാറും ഫേക്ക് ഐഡികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെ പറഞ്ഞില്ലേ, ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME അംഗീകരിച്ചു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഒരു 82 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവിന് നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. മാർച്ച് 28-29 വാഷിങ്ടൺ DC 152 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അവരുടെ കോൺഫറൻസിൽ ഇത് സംബന്ധിച്ച് പേപ്പർ അവതരിപ്പിക്കാൻ നമുക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു. കേരളത്തിലുള്ള അംഗീകാരമാണ്. സാധാരണ ഒരു നടപടിക്രമം അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ്, ഇത്തവണ എങ്ങനെയെന്നറിയില്ല, സാധാരണത്തെ നടപടിക്രമം അങ്ങനെയാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യുക. അപ്പം അത്തരം റെക്കഗ്നേഷൻ നമുക്ക് നാടിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരും. ഇവിടെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ് കഴിഞ്ഞു, ഓട്ടോമോട്ടീവ് കോൺക്ലേവ് കഴിഞ്ഞു. ഓട്ടോമോട്ടീവ് നിങ്ങൾ നോക്കണം, ലോകത്ത് ഇപ്പോൾ ഓസ്ട്രേലിയ ആകാം, അമേരിക്ക ആകാം, പല കാറുകളും ഓടുന്നത് നമുക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ STV ആണല്ലോ, SUV അല്ല, STV, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് കാർസ്, വെഹിക്കിൾസ്, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസാണ്. ഫിസിക്കലായിട്ട് വേണ്ട. ഇപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ ഓടുന്ന ഒരു കാറ്, ഇപ്പോൾ BMW ഇവിടെ നിന്ന് അവർക്ക് അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. ക്ലൗഡ് വെച്ച ഡയറിലാണ് ഇവിടെ ടെക്നോളജി. BMW, ബെൻസ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങിയിട്ടുണ്ട്, ബെൻസിൻ്റെ ഉണ്ട്, വോൾവോ, മഹിന്ദ്ര, ഇതെല്ലാം ഇവിടെ ഒരു 10-15 കാറുകൾ, ലോകോത്തര വെഹിക്കിളുകളുടെ സോഫ്റ്റ്വെയർ ഇവിടെ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് അപ്പുറത്ത് 1000 ഏക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ കാറുണ്ടാക്കിക്കോളൂ, ടെക്നോളജി നമ്മൾ നൽകിക്കോളാം. തിരുവനന്തപുരം ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബായി മാറുന്നു. നമ്മുടെ കോൺക്ലേവ് വളരെ വിജയകരമായിരുന്നു. ഇതാണ് മാറ്റം. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബായി കേരളത്തെ മാറ്റാൻ കഴിയും. ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ, നോളജ് ഇൻഡസ്ട്രീസിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ കഴിയും. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ നിൽക്കുന്നത്. അതിനാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വിളിച്ച് ഒരു മീറ്റിംഗ്, റൗണ്ട് ടേബിൾ ഞാൻ പോയി. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഇതെല്ലാം ശരി, എല്ലാം കേട്ടാൽ പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ മാറി, നാടും മാറി, ഇനി നിങ്ങൾ മാത്രമേ മാറാനുള്ളൂ. നിങ്ങൾ കൂടി ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നു പിടിച്ചേക്കിട്ടില്ല കേരളത്തെ. നിങ്ങൾ നെഗറ്റീവൊക്കെ കൊടുത്തോളൂ, പൊളിറ്റിക്കൽ നമ്മുടെ എതിർപ്പ് കൊടുത്തോളൂ. പക്ഷേ കേരളകൗമുദി പൊതുവെ പോസിറ്റീവ് വാർത്തകൾ വ്യവസായത്തെ സംബന്ധിച്ച് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇത്തരണത്തിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയും അതിന് കേരളകൗമുദിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കുറേ കൂടി നമുക്കത് ശക്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള കോൺക്ലേവുകൾ സഹായകരമായിരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു. എനിക്ക് 7:30 മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, അതിന് 8 മണിക്ക് മറ്റൊന്ന് കൂടിയുണ്ട്. ഞങ്ങൾ ഈ ഇൻവെസ്റ്റ് സബ്മിറ്റിന് മുന്നോടിയായി 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ലക്ഷം കോടി ഇല്ല, നമ്മൾ ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ ഫിക്സ് ചെയ്യാം. ഓട്ടോമോട്ടീവ് കോൺക്ലേവ് അപ്പോൾ നമ്മൾ കുറേ MOU ധാരണയായിട്ടുണ്ട്. നമ്മളവിടെ EOI ഉണ്ടാവുള്ളൂ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, എത്ര വരും? വിഴിഞ്ഞം കഴിഞ്ഞു, അപ്പോൾ എത്ര വരും? GenAI കോൺക്ലേവ് കഴിഞ്ഞു, ആ മേഖല എത്ര വരും? റോബോട്ടിക്സ് കഴിഞ്ഞു, എത്ര വരും? സ്മാർട്ട് ഫാമിംഗ് കഴിഞ്ഞു, ആയുർവേദ കഴിഞ്ഞു, മാരിടൈം, ലോജിസ്റ്റിക്, ഇങ്ങനെ ഓരോ മേഖല. ഇപ്പോൾ ടെക്സ്റ്റൈൽ, ഇവിടെ ഹാൻഡ്ലൂം ഉൾപ്പെടെ ടെക്സ്റ്റൈലിൻ്റെ ഉണ്ട്. അപ്പോൾ ഓരോ മേഖല കഴിയുമ്പോൾ ഫിക്സ്. മലബാർ കോൺക്ലേവ് കഴിഞ്ഞു, കാരണം മലബാറിനും ഒരു എത്ര അവിടെ നിന്ന് വരും. പിന്നെ ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി റോഡ് ഷോ, ദുബായ് റോഡ് ഷോ നടത്തി. 36 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഡൽഹിയിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തൊരു ഗെറ്റ് ടുഗദർ നടത്തി. ആ ഗെറ്റ് ടുഗദറിൽ കേരള കേഡറിൽ ഡൽഹിയിലുള്ള സീനിയർ മോസ്റ്റായി 12 പേരുണ്ട്. IASകാർ, ഡിഫൻസ് സെക്രട്ടറി മുതൽ ആ 12 പേരെ നമ്മൾ ക്ഷണിച്ചു. കേരള കേഡറിൽ അടുത്ത് റിട്ടയർ ചെയ്ത അമിതാഭ് കാന്ത്, അജയ് കുമാർ വളരെ കീ പോസ്റ്റിൽ അവരെയും വിളിച്ചു. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ ദാവോസിൽ പോയി, ഞാൻ പറഞ്ഞില്ലേ 70 മീറ്റിങ്ങുകൾ കൂടി.
അതിൽ 62 1-1 ആണ്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യും, ഇത്ര വരാം. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ടീമുണ്ട്. നമ്മളിപ്പോൾ 22 പ്രയോറിറ്റി സെക്ടർ ഉണ്ട്, ഇതിന് 5 ഫോക്കസ് ഏരിയ ഉണ്ട്. പിന്നെ ടീം വർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സമരങ്ങൾ ഇതൊക്കെ ഇത് പോയി. ഞാൻ ഡൽഹി റോഡ് ഷോയിൽ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ധാരണ എന്താ, കേരളം കാണാൻ കൊള്ളാം, വിദ്യാഭ്യാസം കൊള്ളാം, വ്യവസായം എത്ര വേണ്ട. ഇപ്പോൾ ഭാരത് ബയോടെക്കിൻ്റെ ശ്രീകൃഷ്ണയില അദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈഫ് സയൻസിൻ്റെ കോൺക്ലേവ് ഇവിടെ നടത്തി തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തിരുവനന്തപുരത്ത് ലീലയിൽ CAയുടെ മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഞാനും പോയി. ഇദ്ദേഹത്തിൻ്റെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെറുത് ചെയ്യേ. അപ്പോൾ അദ്ദേഹം മിനിസ്റ്റർ ഒന്ന് പറഞ്ഞാലേ എന്ന് വെച്ച് ഞാൻ ഇവിടെ ഒരു പരിപാടി ആലോചിച്ചു. ബോർഡിൽ പോയപ്പോൾ എല്ലാവരും എതിർത്തു. പക്ഷെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു, അപേക്ഷിച്ചു. മിനിസ്റ്ററോടൊന്നും പറഞ്ഞില്ല. 7 ദിവസം കൊണ്ട് എനിക്ക് അനുമതി കിട്ടി, സ്ഥലം കിട്ടി. അതെവിടെ പറഞ്ഞു. അപ്പോൾ ഈ ആളുകളുടെ അനുഭവമാണ്. പക്ഷെ പുറത്തുള്ള ചിത്രം. അപ്പോൾ ഡൽഹി ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ധാരണ ഇവിടെ വന്ന് ഇൻഡസ്ട്രി തുടങ്ങാൻ തീരുമാനിച്ചാൽ സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണെന്നല്ലേ ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് ഡൽഹി ഞാൻ ചോദിച്ചു. അപ്പോൾ പലരും ചിരിച്ചു. അപ്പോൾ ഞാൻ അമ്മത്തെ ഹിന്ദു എടുത്തു. അതിൽ യൂണിയൻ ലേബർ മിനിസ്റ്റർ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 1.5 ദശകത്തിൽ 15 വർഷത്തിൽ ഇന്ത്യയിൽ മൊത്തം നടന്ന പണിമുടക്കിൻ്റെ 28% തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയിലാണ്, 11% ഗുജറാത്തിലാണ്. നമുക്ക് 10-നുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആളുകളുടെ ധാരണ എന്താ, വാളയാർ കഴിഞ്ഞാൽ മാത്രമേ കൊടിയുള്ളൂ എന്നാണ്. ഈ പണിമുടക്കമുള്ളതും വാളയാർ മാത്രമാണ്. അവരുടെ കൺക്ലൂഷൻ വേറെയാണ്. പണിമുടക്കങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷനെതിരല്ല, കാരണം ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വന്നത്. അതാണ് ഈ ഹിന്ദു റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ. പൊതുപ്രതീതി എന്താ, നമുക്കുള്ള പൊട്ടൻഷ്യൽ നമ്മൾ എല്ലാവരും കൂടി ഉയർത്തി കാണിക്കണം. ഡൽഹി, ബാംഗ്ലൂർ, എവിടെ പോട്ടെ, നിങ്ങൾക്ക് മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഡൽഹിയിൽ പുറത്തിറങ്ങിയ 46 സിഗരറ്റ് ഒരു ദിവസം വലിക്കാൻ തുല്യ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഞാൻ അവരോട് പറഞ്ഞു, വന്നോളൂ. ഡാവോസിലുള്ളതിനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റി ഞങ്ങൾ നോക്കി. അവിടെ പോയി ഞങ്ങൾ എല്ലായിടത്തും നോക്കും ക്വാളിറ്റി എത്രയുണ്ടെന്നുള്ളത്, എയർ ക്വാളിറ്റി. അതിനേക്കാളും ബെസ്റ്റാണ് നമ്മുടെ. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ഇതങ്ങ് നമ്മളെല്ലാവരും കൂടി ഷോക്കേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ നാട് നല്ല മാറ്റം വരും. നമ്മുടെ ചെറുപ്പക്കാരെങ്ങും പോകേണ്ടതില്ല. നമ്മൾ ഈ പ്രതീതികൾ മാറ്റുക, ഫാക്ട്സ് വെക്കുക. വാട്ട് ഈസ് എ റിയാലിറ്റി, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി പ്രിവെയിലിംഗ് ഇൻ ദ സ്റ്റേറ്റ്. അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ആളുകളായിട്ടൊരു സെഷൻ തിരുവനന്തപുരത്തിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് നമ്മളാണല്ലോ. ഞാൻ പറഞ്ഞു, റെസ്പെക്റ്റ്ഫുള്ളി ഐ ഡിസഗ്രി, ദാറ്റ് ഈസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദ ഫാക്ട്സ്. അങ്ങനെയാണോ? ഞാൻ റിസർച്ച് ചെയ്യൂ, കയ്യിലുണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മെഷീൻ എന്ന് വേൾഡ് ബാങ്ക് പറഞ്ഞത്, മൊബൈൽ. നോക്കിയപ്പോൾ നമ്മൾ ആദ്യത്തെ 5 എണ്ണത്തിലില്ല, മറ്റ് സ്റ്റേറ്റുകളാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ ആളുടെ ധാരണ എന്താ, ഇവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ എന്നാ. നോക്കിക്കോളൂ, പുറത്തേക്ക് കുട്ടികൾ പോകുന്നത് എവിടെയാണ്? കേരളത്തിൽ നിന്നല്ലേ? അല്ല, കേരളം ഒന്നിലില്ല. നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്, അമേരിക്ക, UK, കാനഡ, ഇങ്ങോട്ട് 48 രാജ്യങ്ങളിൽ നിന്നുള്ള 1700 അപ്ലിക്കൻസ് ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. നമ്മുടെ കുട്ടികൾ ആസ്ട്രേലിയയിൽ പോകണു, കാനഡയിൽ പോകണം, അമേരിക്കയിൽ പോകണു. അറബ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു, പിന്നോക്കം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. നമ്മുടെ ആളുകൾ ജോലി തേടുന്നു, പോകുന്നു കാനഡ, അമേരിക്ക, ആസ്ട്രേലിയ, അല്ലെങ്കിൽ UK. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു, അല്ല അവരിങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോകുന്നത് അവർക്ക് അവിടെ കിട്ടുന്ന ജോലി ഇവിടെ ഇല്ല. ഇപ്പം നമ്മൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളെക്കുറിച്ച് ചെയ്യുന്ന ജോലികളെ കുറച്ച് റോബോട്ടൊക്കെ ചെയ്തോളും. നമുക്ക് പറ്റുന്ന ജോലി ഇവിടെ രൂപപ്പെടുത്തുക, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനനുസരിച്ച് മാറ്റുക. അതാണ് മാറ്റം. ഇപ്പോൾ ഈ കോൺക്ലേവ് തിങ്ക് നെക്സ്റ്റ്, നിങ്ങൾ ഈ ബഡ്ജറ്റ് നോക്കിയിട്ടുണ്ടാവുമല്ലോ. ബഡ്ജറ്റിൽ കുറേ നോവൽ ഐഡിയാസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ന്യൂ ഇന്നിങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ന്യൂ ഇന്നിങ്സ് ശ്രദ്ധിച്ചോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇതാ കുഴപ്പം. ഞാൻ കഴിഞ്ഞ ദിവസം സംരംഭകരോട് ചോദിച്ചു, കഴിഞ്ഞ നിയമസഭയിൽ 2 നിയമം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാസ്സാക്കിയിരുന്നു, ആരെങ്കിലും പറയുമെന്ന് വെച്ചു. ആരുമില്ല. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്ത എല്ലാവരും വായിച്ചിട്ടുണ്ട്. എല്ലാ വാചകങ്ങളും വേണമെങ്കിൽ ഉറക്കത്തിൽ പറയും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 2 ബില്ല് കഷ്ടപ്പെട്ട് പാസ്സാക്കി കൊണ്ടുവന്നു. ആരും അറിഞ്ഞിട്ടില്ല. നേരത്തെ 3 വർഷം വരെയാണ് അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ 3.5 വർഷമാക്കി. അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് മാറ്റി പ്രിൻസിപ്പൽ അപ്രൂവലാക്കി. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് CEO നമ്മൾ ഈ ബോർഡിൽ കൊണ്ടുവന്നു. 2 നിയമങ്ങളാണ്. വലിയ എക്സസൈസ് ആയിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങളൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ക്യാബിനറ്റ്, കഴിഞ്ഞ മുമ്പത്തെ ക്യാബിനറ്റിന് ആരെങ്കിലും അറിയോ? യെസ്, ഒരാളെങ്കിലും അറിഞ്ഞാൽ സന്തോഷം. സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസ് എക്സംപ്റ്റ് ചെയ്തു.
നേരത്തെ ഇല്ല, ഇപ്പോൾ എക്സംപ്റ്റ് ചെയ്ത്. നേരത്തെ നമ്മൾ പ്രൈവറ്റ് പാർക്കിൽ ഉൾപ്പെടെ, നമ്മുടെ പാർക്കിലും പ്രൈവറ്റ് പാർക്കിലും ഉൾപ്പെടെ എക്സംപ്റ്റ് ചെയ്തു. ഇനിയിപ്പം IT പോളിസി ഇപ്പോൾ വരും, വിത്തിൻ 2 weeks ഐ തിങ്ക് പുതിയ IT പോളിസി വരും. സ്വകാര്യ പാർക്കുകൾ വന്നു. അപ്പോൾ ഇത് നന്നായി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക, പോസിറ്റീവ് കാര്യം കൊണ്ടുവരിക. തിങ്ക് നെക്സ്റ്റിൽ ന്യൂ ഇന്നിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ റിട്ടയർ ചെയ്യാൻ ചിലർക്ക് അവർക്ക് ഒരു യാത്രയപ്പിന് ചെല്ലുമ്പോൾ ഈ റിട്ടയർ ചെയ്യാൻ മെമൻറ്റോ കൊടുക്കാൻ ആളെ കൊടുക്കാൻ പോകുമ്പോൾ ഇയാൾ ജോയിൻ ചെയ്യാൻ വരണ പോലെ വരാം അല്ലേ ചിലർ. എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് കേരളത്തിലാണ്. ഇവിടെ ജനിച്ചാൽ 8 വയസ്സ് കൂടുതൽ ജീവിക്കുക. തിരഞ്ഞെടുക്കാൻ പറ്റില്ല ജനനം, പക്ഷെ ജനിച്ചാൽ യാദൃശ്ച ചെയ്താണ് ജീവിക്കുക. പക്ഷേ ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രായം ഇവിടെയാണ്. നമുക്ക് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയ സംരംഭം തുടങ്ങിക്കോ, ന്യൂ ഇന്നിങ്സ്. ലോകത്തിൽ എത്രയോ ഇപ്പോൾ കെൻഡക്കി ചിക്കനൊക്കെ കണ്ടിട്ടില്ലേ, ഇന്ന് തുടങ്ങിയെന്നാൽ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ പലരുണ്ട്. നിങ്ങളങ്ങ് തുടങ്ങിക്കോ, ഞങ്ങൾ സഹായിക്കാം. ന്യൂ ഇന്നിങ്സ് തുടങ്ങുന്നു, ഗ്രോത്ത് കോറിഡോർ തുടങ്ങുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള പുതിയ ഒരു വിഷൻ ഈ ബഡ്ജറ്റിനകത്തുണ്ട്. അതെല്ലാം കേരളവുമതി ജനങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഇവിടെ അവാർഡിന് അർഹരായിട്ടുള്ള വലിയ പുരസ്കാരങ്ങൾക്ക് അർഹരായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം ഈ സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി നേരത്തെ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.